ഹലോ എവരി വൺ, പി എസ് സി സ്ട്രൈക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ മുന്നേ ചെയ്ത ഡ്രൈവർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്നാൽ ഡാഷ് ആണ്. ഓപ്ഷൻ എ മുൻപിലെ ടയറുകൾ തമ്മിലുള്ള അകലം, ഓപ്ഷൻ ബി മുൻ പിൻ ആക്സിലുകൾ തമ്മിലുള്ള അകലം, ഓപ്ഷൻ സി ടയറിൻ്റെ വീതി, ഓപ്ഷൻ ഡി വാഹനത്തിൻ്റെ ആകെ നീളം. ആൻസർ ഓപ്ഷൻ ബി ആണ്, മുൻ പിൻ ആക്സിലുകൾ തമ്മിലുള്ള അകലം. ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്നാൽ മുൻ പിൻ ആക്സിലുകൾ തമ്മിലുള്ള അകലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഡീസൽ എഞ്ചിനിൽ ഇഞ്ചക്ടർ നോസിൽ ബ്ലോക്ക് ആയാൽ എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ കറുത്ത പുക ഉണ്ടാകുന്നു, ഓപ്ഷൻ ബി ഡീസൽ ഉപഭോഗം വർദ്ധിക്കുന്നു, ഓപ്ഷൻ സി എഞ്ചിൻ സ്റ്റാർട്ട് ആകുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം ഉണ്ടാകുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മേൽപ്പറഞ്ഞവയെല്ലാം ഉണ്ടാകുന്നു. അതായത് ഒരു ഡീസൽ എഞ്ചിനിൽ ഇഞ്ചക്ടർ നോസിൽ ബ്ലോക്ക് ആയാൽ കറുത്ത പുകയും അതോടൊപ്പം ഡീസൽ ഉപഭോഗം വർദ്ധിക്കുകയും എൻജിൻ സ്റ്റാർട്ട് ആകുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേടുവന്ന വാഹനത്തെ മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ പാലിക്കേണ്ട വേഗപരിധി. ഇതിനു മുമ്പ് നമുക്ക് കേടുവന്ന വാഹനങ്ങൾ കെട്ടിവലിക്കുമ്പോൾ എത്ര അകലം പാലിക്കണം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. 5 മീറ്റർ ആയിരുന്നു അകലം പാലിക്കേണ്ടത്. ഇവിടെ ചോദിച്ചത് കേടുവന്ന വാഹനത്തെ മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ പാലിക്കേണ്ട വേഗപരിധിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 24 km/h. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റോഡ് അപകടമുണ്ടായാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഓപ്ഷൻ എ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക, ഓപ്ഷൻ ബി പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക, ഓപ്ഷൻ സി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, ഓപ്ഷൻ ഡി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. നോർമൽ ലോജിക്ക് വെച്ച് മനസ്സിലാക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ എൻജിൻ ഓയിലുമായി ബന്ധപ്പെട്ട പദം ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസ് എ 145/70 R12, ഓപ്ഷൻ ബി 55/60 W, ഓപ്ഷൻ സി 20:1, ഓപ്ഷൻ ഡി SAE 40. ആൻസർ ഓപ്ഷൻ ഡി ആണ്, SAE 40. താഴെ പറയുന്നതിൽ എഞ്ചിൻ ഓയിലുമായി ബന്ധപ്പെട്ട പദമാണ് ചോദിച്ചത്, SAE 40 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഹെവി ലോറിയുടെ ടയറിൽ ഉപയോഗിക്കുന്ന പ്ലൈ റേറ്റിംഗ് എത്ര മുതൽ എത്ര വരെയാണ്? ഓപ്ഷൻ എ 2 മുതൽ 4 വരെ, ഓപ്ഷൻ ബി 12 മുതൽ 16 വരെ, ഓപ്ഷൻ സി 5 മുതൽ 8 വരെ, ഓപ്ഷൻ ഡി 3 മുതൽ 5 വരെ. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ, 12 മുതൽ 16 വരെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിൽ ക്ലച്ച് ഘടിപ്പിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിൽ, ഓപ്ഷൻ ബി ഗിയർ ബോക്സിനും പ്രൊപ്പല്ലർ ഷാഫ്റ്റിനും ഇടയിൽ, ഓപ്ഷൻ സി പ്രൊപ്പല്ലർ ഷാഫ്റ്റിനും ആക്സിലിനും ഇടയിൽ, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യലിനും ആക്സിലിനും ഇടയിൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിൻ്റെ ടയറിൽ വാഹന നിർമ്മാതാവ് അനുശാസിക്കുന്നതിനും താഴെ വായുമർദ്ദം നിലനിർത്തി ഉപയോഗിക്കുന്ന പക്ഷം എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ ടയറിൻ്റെ ഒരു വശത്ത് തേയ്മാനം വർദ്ധിക്കും, ബി ടയറിൻ്റെ മധ്യഭാഗത്ത് തേയ്മാനം വർദ്ധിക്കും, സി ടയറിൻ്റെ ഇരുവശങ്ങളിലും തേയ്മാനം വർദ്ധിക്കും, ഡി എല്ലാ ഭാഗത്തും ഒരുപോലെ തേയ്മാനം സംഭവിക്കും. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടയറിൻ്റെ ഒരു വശത്ത് തേയ്മാനം സംഭവിക്കാൻ സാധ്യത കുറവാണ്, അതെന്തായാലും ഉണ്ടാവില്ല. പിന്നെ ടയറിൻ്റെ മധ്യഭാഗത്താണ്. അപ്പോൾ ഓവർ പ്രഷറൊക്കെ ആണെങ്കിൽ ടയറിൻ്റെ മധ്യഭാഗത്താണ് തേയ്മാനം സംഭവിക്കുക.
ടയറിന്റെ ഇരുവശങ്ങളിൽ തേയ്മാനം. ഇതാണ് ശരിയായ ആൻസർ. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ടയറിന്റെ ഇരുവശങ്ങളിലും തേയ്മാനം വർദ്ധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മദ്യലഹരി ഡ്രൈവിങ്ങിനെ ബാധിക്കുന്നത് എപ്രകാരം? ഓപ്ഷൻ എ, തീരുമാനം പെട്ടെന്ന് എടുക്കുന്നു. ഓപ്ഷൻ ബി, തീരുമാനം സാവധാനം എടുക്കുന്നു. ഓപ്ഷൻ സി, ഉറക്കം വരാതിരിക്കുവാൻ സഹായിക്കുന്നു. ഓപ്ഷൻ ഡി, രാത്രികാലങ്ങളിൽ ഉറക്കം വരാതിരിക്കുവാനും പെട്ടെന്ന് തീരുമാനം എടുക്കാനും സഹായിക്കുന്നു. അപ്പം ലോജിക്ക് വെച്ച് മനസ്സിലാക്കാവുന്നേ. മദ്യലഹരിയിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തീരുമാനം സാവധാനമാണ് എടുക്കുക. അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. തീരുമാനം സാവധാനം എടുക്കുന്നു, അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നിർബന്ധമായും പാലിക്കേണ്ട റോഡ് സൈനുകൾ. ഓപ്ഷൻ എ, മാൻഡേറ്ററീസ് റോഡ് സൈൻസ്. ഓപ്ഷൻ ബി, കോഷനറി റോഡ് സൈൻസ്. ഓപ്ഷൻ സി, ഇൻഫർമേറ്ററി റോഡ് സൈൻസ്. ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവയിൽ ഏതുമല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. മാൻഡേറ്ററി റോഡ് സൈൻസ് ആണ് നിർബന്ധമായും പാലിക്കേണ്ടവ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രിപ്പ് ഷീറ്റ് സൂക്ഷിക്കേണ്ട വാഹനം ഏതാണ്? ഓപ്ഷൻ എ, ടൂറിസ്റ്റ് ടാക്സി. ഓപ്ഷൻ ബി, ചരക്ക് വാഹനം. ഓപ്ഷൻ സി, സ്റ്റേജ് കാരേജ്. ഓപ്ഷൻ ഡി, കോൺട്രാക്ട് കാരേജ്. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റേജ് കാരേജ്. ട്രിപ്പ് ഷീറ്റ് സൂക്ഷിക്കേണ്ട വാഹനമാണ് സ്റ്റേജ് കാരേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാർ ബാറ്ററിയിലെ ദ്രാവകത്തിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഒഴിക്കേണ്ട ദ്രാവകം. എ, ശുദ്ധജലം. ബി, നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ്. ഓപ്ഷൻ സി, മിനറൽ വാട്ടർ. ഓപ്ഷൻ ഡി, ഡിസ്റ്റിൽഡ് വാട്ടർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഒഴിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റോഡ് അപകടം ഉണ്ടാകുന്നത് ഉള്ള പ്രധാന കാരണം. റോഡ് അപകടം ഉണ്ടാകുന്നതിന് ഉള്ള പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ എ, അശാസ്ത്രീയ റോഡ് നിർമ്മാണം. ഓപ്ഷൻ ബി, മാനുഷികമായ പിഴവുകൾ. ഓപ്ഷൻ സി, റോഡ് സുരക്ഷാ വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത. ഓപ്ഷൻ ഡി, പരിശോധനയിലെ കുറവ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ, മാനുഷികമായ പിഴവുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിന്റെ ടയർ പ്രഷർ എഴുതി പ്രദർശിപ്പിക്കുന്ന സ്ഥലം. ഒരു വാഹനത്തിന്റെ ടയർ പ്രഷർ എഴുതി പ്രദർശിപ്പിക്കുന്ന സ്ഥലം. ഓപ്ഷൻ എ, മുൻ വലത് ഡോറ്. ഓപ്ഷൻ ബി, പിൻ വലത് ഡോറ്. ഓപ്ഷൻ സി, ഡാഷ്ബോർഡ്. ഓപ്ഷൻ ഡി, ബോണറ്റിനകത്ത്. ആൻസർ ഓപ്ഷൻ എ ആണ്, മുൻ വലത് ഡോറാണ്. അതായത് ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡിൽ, ഡ്രൈവറിന്റെ ഡോറിന്റെ അടുത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം. ഓപ്ഷൻ എ, ഒരു ജംഗ്ഷനിൽ വാഹനം നേരെ ഓടിക്കേണ്ട സാഹചര്യത്തിൽ. ഓപ്ഷൻ ബി, പാർക്ക് ചെയ്യുമ്പോൾ. ഓപ്ഷൻ സി, അപകടകരമായി പാർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ. ഓപ്ഷൻ ഡി, മേൽ പ്രതിപാദിച്ച എല്ലാ അവസ്ഥയിലും. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അപകടകരമായി പാർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ. എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ജംഗ്ഷനിൽ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഇട്ടിട്ട് നേരെ ഓടിക്കുന്ന ഒരിത് കണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും തെറ്റാണ്. ശരിയായ ആൻസർ അപകടകരമായി പാർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 4 ലൈൻ റോഡിൽ ഹെവി വാഹനം ഓടിക്കേണ്ടത്. വലത് ലൈനിൽ കൂടി മാത്രം, ഇടത് ലൈനിൽ കൂടി മാത്രം, ഇടത് ലൈനിൽ കൂടി ഓവർടേക്കിംഗ് സമയത്ത് മാത്രം, വലത് ലൈനിലൂടെ. ഇവയിൽ ഏതുമല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ, ഇടത് ലൈനിൽ കൂടി ഓവർടേക്കിംഗ് സമയത്ത് മാത്രം വലത് ലൈനിലൂടെ. അതായത് ഹെവി വെഹിക്കിൾ ഓടിക്കേണ്ടത് ഇടത് ലൈനിൽ കൂടിയാണ്. ഓവർടേക്കിന്റെ ടൈമിങ്ങിന് നമുക്ക് വലത് ലൈനിൽ കൂടി പാസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പാതകളിൽ ഡാഷ് വാഹനങ്ങൾക്ക് മുൻഗണന നൽകണം. ഓപ്ഷൻ എ, കയറ്റം ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന. ഓപ്ഷൻ ബി, കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന. ഓപ്ഷൻ സി, ഭാരമേറിയ വാഹനങ്ങൾക്ക് മുൻഗണന. ഓപ്ഷൻ ഡി, ചെറിയ വാഹനങ്ങൾക്ക് മുൻഗണന.
ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റിയ ചരക്ക് തള്ളി നിൽക്കുന്നതിന് അനുവദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വലതു ഭാഗത്തേക്ക്, ഓപ്ഷൻ ബി മുകളിലേക്ക്, ഓപ്ഷൻ സി പിൻഭാഗത്തേക്ക്, ഇവയിൽ ഏതുമല്ല. സിമ്പിളാണ്, ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാവുന്നേ. കാരണം ചരക്ക് വാഹനങ്ങളിൽ തള്ളി നിൽക്കാൻ പാടില്ല പുറത്തേക്ക്, അത് അപകടം ഉണ്ടാകും. അപ്പം ആൻസർ വരുന്നത് ഇവയിൽ ഏതുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വാഹനങ്ങളിൽ റൈറ്റ് ഓഫ് വേ ആദ്യം കടന്നു പോകുന്നതിനുള്ള അവകാശം ഇല്ലാത്ത വാഹനം. റൗണ്ട് അബൌട്ടിൽ ആദ്യം പ്രവേശിച്ച വാഹനം, ഫയർ എഞ്ചിൻ, ഇട റോഡിൽ നിന്നും കയറുന്ന വാഹനം, മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനം. അതായത് താഴെ പറയുന്ന വാഹനങ്ങളിൽ റൈറ്റ് ഓഫ് വേ, അതായത് ആദ്യം കടന്നു പോകുന്നതിനുള്ള അവകാശം ഇല്ലാത്ത വാഹനം ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇട റോഡിൽ നിന്നും കയറുന്ന വാഹനം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ ഡാഷാണ്. ഒരു മോട്ടോർ കാറിന്റെ മുൻ ഇടത് മൂല. ഓപ്ഷൻ ബി ഒരു മോട്ടോർ കാറിന്റെ ഇടത് റിയർ വ്യൂ മിററിലൂടെ കാണാൻ കഴിയുന്ന ഭാഗങ്ങൾ. ഓപ്ഷൻ സി ഒരു മോട്ടോർ കാറിന്റെ റിയർ വ്യൂ മിററിലൂടെ കാണുവാൻ കഴിയാത്ത ഭാഗങ്ങൾ. ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നവയെല്ലാം ഉൾപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ, ഒരു മോട്ടോർ കാറിന്റെ റിയർ വ്യൂ മിററിലൂടെ കാണുവാൻ കഴിയാത്ത ഭാഗങ്ങളാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.